ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഇപ്പോൾ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേ ഒരു ഇതാണ് ആ ഷിംഷിത പുള്ളിക്കാരത്തിക്ക് ജാമ്യം കിട്ടിയിരുന്നു. അതായത് 21 ദിവസം അങ്ങോട്ട് ജയിലിൽ കിടന്നു. അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം. സത്യം പറഞ്ഞാൽ 21 ദിവസം കിടക്കാൻ കാരണം എന്തായിരുന്നു? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അതായത് ഈ പെണ്ണങ്ങനെ ഒരു ആരോപണം ചെയ്തു. അതായത് ഷിംഷിത എന്ന് പറഞ്ഞ പെണ്ണ് എന്തോ ഒരു ആരോപണം നൽകി. ആരോപണം പറഞ്ഞു, അതായത് ആ ദീപക് എന്ന് പറഞ്ഞ ആൾ ബസ്സിൽ കയറി മോശമായിട്ട് ചെയ്തു അങ്ങനെയാണെന്നൊക്കെ. അതിൻ്റെ പേരിലൊക്കെ തൂങ്ങിച്ചാവാൻ നടന്ന ദീപക് എന്ന് പറഞ്ഞ ആൾ തന്നെയല്ലേ ഇതിൽ തെറ്റുകാരൻ. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇതിൻ്റെ പേരിൽ എന്ത് കാര്യത്തിനും ഒരാളുടെ ഒരു 21 ദിവസം കാട്ടിക്കളഞ്ഞത്. ഇത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു കാര്യമില്ലാണ്ട് 21 ദിവസം ജയിലിൽ കിടന്നു അങ്ങനെ എനിക്കിപ്പോൾ തോന്നണേ. അല്ലാണ്ട് ഒരു ആരോപണം നൽകിയെന്ന് പറഞ്ഞപ്പോഴേക്കും പോയി മനം നൊന്ത് തൂങ്ങിച്ചാവേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിൽ വേറെ എന്തോ പ്രശ്നമുണ്ട്. കാരണം അന്ന് ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ ദീപക്കിൻ്റെ വീട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദീപക് 1-2 ദിവസങ്ങളായിട്ട് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊരു കാരണമായിട്ട് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും, അതായിരിക്കുള്ളൂ പുള്ളി ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ പേരിലൊക്കെ ഒരാളെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായമായുള്ളൊരു കാര്യമല്ല. കാരണം 21 ദിവസം, അതായത് ആ പെണ്ണ് അതായത് എങ്ങനെയുള്ളവളോ ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു ആരോപണത്തിൻ്റെ പേരിൽ ഒരാൾ മരിച്ചു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ കേസെടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം ഇതിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ.